ജ്യോതിസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിശുദ്ധ പൗലോസ്ലീഹ എഫേസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 4-ാം അധ്യായമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ അധ്യായത്തിൽ 32 വാക്യങ്ങളാണ് ഉള്ളത്. ചോദ്യം 1. കർത്താവിനു വേണ്ടി തടവുകാരനായി തീർന്നിരിക്കുന്ന പൗലോസ്ലീഹ എഫേസോസുകാരോട് അപേക്ഷിക്കുന്നത് എന്ത്? ഉത്തരം: അവർക്ക് ലഭിച്ച വിളിക്ക് യോഗ്യമായ ജീവിതം നയിക്കുവിൻ എന്ന്. ചോദ്യം 2. എപ്രകാരമാണ് എഫേസോസുകാർ സ്നേഹപൂർവ്വം അന്യോന്യം സഹിഷ്ണുതയോടെ വർത്തിക്കേണ്ടത്? ഉത്തരം: പൂർണ്ണമായ വിനയത്തോടും ശാന്തതയോടും ദീർഘക്ഷമയോടും കൂടെ. ചോദ്യം 3. സമാധാനത്തിൻ്റെ ബന്ധത്തിൽ എന്ത് നിലനിർത്താനാണ് ജാഗരൂകരായിരിക്കേണ്ടത്? ഉത്തരം: ആത്മാവിൻ്റെ ഐക്യം. ചോദ്യം 4. എപ്രകാരം വിളിക്കപ്പെട്ടതുപോലെ എഫേസോസുകാർക്ക് ഒരു ശരീരവും ഒരു ആത്മാവുമാണുള്ളത്? ഉത്തരം: ഒരേ പ്രത്യാശയിൽ വിളിക്കപ്പെട്ടതുപോലെ. ചോദ്യം 5. പൂരിപ്പിക്കുക. ഒരു കർത്താവും ഒരു വിശ്വാസവും ഒരു ഡാഷുമേ ഉള്ളൂ. ഉത്തരം: ജ്ഞാനസ്നാനം. ചോദ്യം 6. സകലതിലും ഉപരിയും സകലതയിലൂടെയും സകലതിലും വർത്തിക്കുന്നവനും ഒരുവൻ മാത്രം. ആര്? ഉത്തരം: നമ്മുടെ പിതാവായ ദൈവം. ചോദ്യം 7. നമുക്ക് ഓരോരുത്തർക്കും ക്രിസ്തുവിൻ്റെ ദാനത്തിനനുസൃതമായി നൽകപ്പെട്ടിരിക്കുന്നതെന്ത്? ഉത്തരം: കൃപ. ചോദ്യം 8. ക്രിസ്തു അസംഖ്യം തടവുകാരെ എപ്പോൾ കൂടെ കൊണ്ടുപോയി എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം: ഉന്നതങ്ങളിലേക്ക് ആരോഹണം ചെയ്തപ്പോൾ. ചോദ്യം 9. ക്രിസ്തു ഉന്നതങ്ങളിലേക്ക് ആരോഹണം ചെയ്തപ്പോൾ മനുഷ്യർക്ക് എന്ത് നൽകിയെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം: ദാനങ്ങൾ. ചോദ്യം 10. ക്രിസ്തു ആരോഹണം ചെയ്തുവെന്നതിൻ്റെ അർത്ഥം എന്താണ് എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ഉത്തരം: ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി എന്നുകൂടി. ചോദ്യം 11. ഇറങ്ങിയവൻ തന്നെയാണ് എല്ലാ സ്വർഗങ്ങൾക്കും ഉപരി ആരോഹണം ചെയ്തവനും. എന്തിനു വേണ്ടി? ഉത്തരം: എല്ലാ വസ്തുക്കളെയും പൂരിതമാക്കാൻ വേണ്ടി. ചോദ്യം 12. ആരോഹണം ചെയ്ത ക്രിസ്തു ചിലർക്കൊക്കെ നൽകിയ വരം എന്ത്? ഉത്തരം: അപ്പസ്തോലന്മാരോ പ്രവാചകന്മാരോ സുവിശേഷ പ്രഘോഷകരോ ഇടയന്മാരോ പ്രബോധകന്മാരോ ആകാനുള്ള വരം. ചോദ്യം 13. ക്രിസ്തു ചിലർക്കൊക്കെ വരം നൽകിയത് എന്തിനു വേണ്ടി? ഉത്തരം: വിശുദ്ധരെ പരിപൂർണരാക്കുന്നതിനും ശുശ്രൂഷയുടെ ജോലി ചെയ്യുന്നതിനും ക്രിസ്തുവിൻ്റെ ശരീരത്തെ പണിതുയർത്തുന്നതിനും വേണ്ടി. ചോദ്യം 14. എല്ലാവരും എവിടെ വരെ എത്തിച്ചേരണമെന്നാണ് സ്ലീഹ പറയുന്നത്? ഉത്തരം: വിശ്വാസത്തിൻ്റെ ഐക്യത്തിലും ദൈവപുത്രനെക്കുറിച്ചുള്ള പൂർണ്ണ ജ്ഞാനത്തിലും. ചോദ്യം 15. എപ്രകാരം പക്വതയാർന്ന മനുഷ്യരാകുന്നതുവരെ ശുശ്രൂഷയുടെ ജോലി തുടരേണ്ടിയിരിക്കുന്നു എന്നാണ് സ്ലീഹ പറയുന്നത്? ഉത്തരം: ക്രിസ്തുവിൻ്റെ പരിപൂർണതയുടെ അളവനുസരിച്ച്. ചോദ്യം 16. പൂരിപ്പിക്കുക. നാം ഇനിമേൽ തെറ്റിൻ്റെ വഞ്ചനയിൽപ്പെടുത്താൻ മനുഷ്യർ കൗശലപൂർവ്വം നൽകുന്ന വക്രതയാർന്ന ഡാഷ് കാറ്റിൽ ആടിയുലയുകയും തൂത്തെറിയപ്പെടുകയും ചെയ്യുന്ന ശിശുക്കളാകരുത്. ഉത്തരം: ഉപദേശങ്ങളുടെ. ചോദ്യം 17. സ്നേഹത്തിൽ സത്യം പറഞ്ഞുകൊണ്ട് എല്ലാ വിധത്തിലും നാം വളരേണ്ടിയിരിക്കുന്നത് എവിടേക്ക്? ഉത്തരം: ശിരസ്സായ ക്രിസ്തുവിലേക്ക്. ചോദ്യം 18. ക്രിസ്തു വഴി ശരീരം മുഴുവൻ ഓരോ സന്ധിബന്ധവും അതതിൻ്റെ ജോലി നിർവഹിക്കത്തക്ക വിധം സമന്വയിക്കപ്പെട്ട് വളരുകയും എന്തിൽ രൂപപ്പെടുകയും ചെയ്യുന്നു? ഉത്തരം: സ്നേഹത്തിൽ. ചോദ്യം 19. ആരിലാണ് പൗലോസ്ലീഹ ഉറപ്പിച്ചു പറയുകയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നത്? ഉത്തരം: കർത്താവിൽ. ചോദ്യം 20. നിങ്ങൾ ഇനിയൊരിക്കലും എന്തിൽ കഴിയുന്ന വിജാതീയരെ പോലെ ജീവിക്കരുത് എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ഉത്തരം: വ്യർത്ഥ ചിന്തയിൽ. ചോദ്യം 21. ഹൃദയകാഠിന്യം നിമിത്തം അജ്ഞത ബാധിച്ച വിജാതീയർ ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞ് അകറ്റപ്പെട്ടിരിക്കുന്നത് എവിടെ നിന്ന്? ഉത്തരം: ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന്. ചോദ്യം 22. വിജാതീയർ മനസ്സ് മരവിച്ച് തങ്ങളെ തന്നെ സമർപ്പിച്ചത് എന്തിന്? ഉത്തരം: ഭോഗാസക്തിക്ക്. ചോദ്യം 23.
എഫേസോസുകാർ യേശുവിനെക്കുറിച്ച് കേൾക്കുകയും എന്ത് യേശു അവരെ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്. ഉത്തരം സത്യം. ചോദ്യം 24. നിങ്ങളുടെ പഴയ ജീവിത രീതിയിൽ നിന്ന് രൂപം കൊണ്ട വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതമായ ആരെയാണ് ദൂരെ എറിയേണ്ടത്? ഉത്തരം പഴയ മനുഷ്യനെ. ചോദ്യം 25. എഫേസോസുകാർ എന്തിൽ നവീകരിക്കപ്പെടട്ടെ എന്നാണ് ശ്ലീഹ ആശംസിക്കുന്നത്? ഉത്തരം മനസ്സിൻ്റെ ചൈതന്യത്തിൽ. ചോദ്യം 26. എപ്രകാരം ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ നിങ്ങൾ ധരിക്കുവിൻ എന്നാണ് ശ്ലീഹ എഫേസോസുകാരോട് പറയുന്നത്? ഉത്തരം യഥാർത്ഥമായ വിശുദ്ധിയിലും നീതിയിലും. ചോദ്യം 27. വ്യാജം വെടിഞ്ഞ് എല്ലാവരും തങ്ങളുടെ അയൽക്കാരോട് സത്യം സംസാരിക്കണം. എന്തുകൊണ്ട്? ഉത്തരം നാം ഒരേ ശരീരത്തിലെ അവയവങ്ങളായതുകൊണ്ട്. ചോദ്യം 28. കോപിക്കാം, പക്ഷേ എന്ത് ചെയ്യരുത്? ഉത്തരം പാപം. ചോദ്യം 29. എപ്പോൾ വരെ നിങ്ങളുടെ കോപം നീണ്ടുപോകാതിരിക്കട്ടെ എന്നാണ് ശ്ലീഹ പറയുന്നത്? ഉത്തരം സൂര്യൻ അസ്തമിക്കുന്നത് വരെ. ചോദ്യം 30. ആർക്ക് എഫേസോസുകാർ അവസരം കൊടുക്കരുത് എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ഉത്തരം സാത്താന്. ചോദ്യം 31. മോഷ്ടാവ് ഇനിമേൽ മോഷ്ടിക്കാതെ സ്വന്തം കൈകൾ കൊണ്ട് മാന്യമായി ജോലി ചെയ്യേണ്ടത് എന്തിനു വേണ്ടി? ഉത്തരം ഇല്ലാത്തവനുമായി പങ്കുവയ്ക്കാൻ, എന്തെങ്കിലും സമ്പാദിക്കുന്നതിനു വേണ്ടി. ചോദ്യം 32. എഫേസോസുകാരുടെ അധരങ്ങളിൽ നിന്ന് എന്താണ് പുറപ്പെടാതിരിക്കേണ്ടത്? ഉത്തരം തിന്മയുടെ വാക്കുകൾ. ചോദ്യം 33. കേൾവിക്കാർക്ക് എന്ത് പ്രദാനം ചെയ്യുന്നതിനു വേണ്ടിയാണ് അവരുടെ ഉന്നതിക്കുതകും വിധം നല്ല കാര്യങ്ങൾ സന്ദർഭമനുസരിച്ച് സംസാരിക്കേണ്ടത്? ഉത്തരം ആത്മീയ ചൈതന്യം. ചോദ്യം 34. എന്തിനു വേണ്ടി എഫേസോസുകാരെ മുദ്രിതരാക്കിയ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത് എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ഉത്തരം രക്ഷയുടെ ദിനത്തിനു വേണ്ടി. ചോദ്യം 35. രക്ഷയുടെ ദിനത്തിനു വേണ്ടി എഫേസോസുകാരെ മുദ്രിതരാക്കിയത് ആര്? ഉത്തരം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. ചോദ്യം 36. പൂരിപ്പിക്കുക. സകല വിദ്വേഷവും ക്ഷോഭവും ക്രോധവും അട്ടഹാസവും ഡാഷും സകല തിന്മകളോടും കൂടെ നിങ്ങൾ ഉപേക്ഷിക്കുവിൻ. ഉത്തരം ദൂഷണവും. ചോദ്യം 37. ദൈവം ആരുവഴി എഫേസോസുകാരോട് ക്ഷമിച്ചു എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ഉത്തരം ക്രിസ്തു. ചോദ്യം 38. ദൈവം ക്രിസ്തു വഴി എഫേസോസുകാരോട് ക്ഷമിച്ചതുപോലെ അവർ പരസ്പരം ക്ഷമിച്ചും കരുണ കാണിച്ചും എപ്രകാരമാണ് പെരുമാറേണ്ടത്? ഉത്തരം ഹൃദയാർദ്രതയോടെ. എല്ലാവരെയും സ്നേഹത്തോടെ, പ്രാർത്ഥനയോടെ, കടപ്പാടോടെ, സന്തോഷത്തോടെ ഓർത്തുകൊണ്ട് ഈശോയുടെ നാമത്തിൽ നന്ദി, നമസ്കാരം.